എല്ലാവർക്കും നമസ്കാരം. നാളെ ശ്രീ നാരായണ ഗുരു ജയന്തിയാണല്ലോ. നാളെ ഗുരുദേവ ജയന്തി ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്തവരാരും ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും ഇന്നലെ എൻ്റെ കൊച്ചു പേരക്കുട്ടി നാളെ അവധിയാണ്, അപ്പം ഗുരുദേവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കുറച്ച് കാര്യം കൂടി ഉൾപ്പെടുത്തി പറയാമെന്ന് വിചാരിച്ചതാണ്. ഗുരുദേവൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരത്തുള്ള ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലാണ്. 1856 ആഗസ്റ്റ് 20 ജനിച്ചത്. അദ്ദേഹം ധാരാളം ക്ഷേത്രങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനാണ് കൂടുതലും അദ്ദേഹം മുൻകൈയെടുത്തത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായി അദ്ദേഹം കണ്ണാടികളും കെടാവിളക്കുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പ്രതിഷ്ഠ ചെയ്തിരുന്നത് കണ്ണാടികളും കെടാവിളക്കും ഉപയോഗിച്ചായിരുന്നു. 1888 ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ആ ക്ഷേത്രത്തിൽ അദ്ദേഹം ആലേഖനം ചെയ്തിട്ടുണ്ട് കുറച്ച് വരികൾ. അതെങ്ങനെയാണെന്ന് നമുക്ക് കേൾക്കാം. ജാതി മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത്. കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ പ്രമുഖനാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ആഹ്വാനം ചെയ്തത്. 1930 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായി. 1904 വർക്കലയിൽ അദ്ദേഹം സ്ഥാപിച്ച ആശ്രമമാണ് ലോകപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ ശിവഗിരി. 1912 ശാരദാദേവി ക്ഷേത്രവും സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അദ്ദേഹം ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ആളായിരുന്നില്ല. മനുഷ്യജാതിയും മനുഷ്യ സ്നേഹവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് അടിസ്ഥാനം. ശിവഗിരി തീർത്ഥാടന സമയം നമ്മൾക്ക് വേണ്ടത് ശ്രീബുദ്ധൻ്റെ പഞ്ചശുദ്ധിയാണെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അതെന്തൊക്കെയാണ്? ശരീരശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി, ആഹാരശുദ്ധി, വാക്ശുദ്ധി ഇവയായിരുന്നു. 1928 സെപ്റ്റംബർ 20 73 വയസ്സിൽ ഗുരുദേവൻ സമാധിയായി. പോസ്റ്റൽ സ്റ്റാമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ കേരളീയനും ഗുരുദേവനായിരുന്നു. പോസ്റ്റൽ സ്റ്റാമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ കേരളീയൻ ഗുരുദേവനായിരുന്നു. ഇന്ത്യൻ നാണയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ താമസിച്ചപ്പോൾ സംസ്കൃത പാഠശാലയിലെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ആയി. അവിടെ പല മതത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ. അവർക്കൊക്കെ എല്ലാവർക്കും ചൊല്ലാൻ പാകത്തിനുള്ള ഒരു പ്രാർത്ഥനാഗീതം അദ്ദേഹം ഉണ്ടാക്കി, അദ്ദേഹം എഴുതി. അതാണ് പ്രസിദ്ധമായ ദൈവദശകം. ആ ഗീതമാണ് ദൈവദശകം. അത് പലരും കേട്ട് കാണും, പലരും സ്കൂളുകളിലുമൊക്കെ മത്സരത്തിനുമൊക്കെ ചൊല്ലാറുണ്ട്. അതിൻ്റെ 2 വരികൾ നമുക്ക് ചൊല്ലി ഗുരുപൂജയായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചെറിയ ഗുരുദേവൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നി ഭാവാപ്തിക്കൊരാവിവൻ തോണി നിൻ പദം. ഇതാണ് ആ പ്രസിദ്ധമായ പ്രാർത്ഥനാഗീതം. ഇത് കൂടെ ചൊല്ലി നമുക്ക് ഈ ചെറിയ വീഡിയോ ഗുരുദേവ പാദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇനിയും ഉടനെ തന്നെ അടുത്ത ഒരു കഥയുമായി വരുന്നതാണ്.